guys, welcome back to our YouTube channel. നമ്മൾ ഇന്നൊരു ബാംഗ്ലൂർ ട്രിപ്പിന്റെ പാക്കിങ്ങിലാണ്. ഞങ്ങൾക്ക് വെഡിങ് ആനിവേഴ്സറി സർപ്രൈസ് ഒക്കെ ആയിട്ട് വന്നു. അതാണ് ഇവരൊന്ന് ഹെൽപ്പ് ചെയ്യാന്ന് വിചാരിച്ചു പോവല്ലേ. അതാണ് ഈ മാല കണ്ടോ, സർപ്രൈസ്. എങ്ങനെയുണ്ട് ഗൈസ്? അടിപൊളിയല്ലേ ഗൈസ്? അപ്പൊ നമ്മള് പാക്ക് ചെയ്യുന്നതിന്റെ വീഡിയോസ് റെഡി ആയി ഇപ്പോഴേ ഒരു ലോഡ് സാധനങ്ങളുണ്ട് അതിനകത്ത്. എന്റെ ഞാൻ എന്റെ ബാഗിൽ കുറച്ച് സാധനങ്ങളാക്കി. ഇവളുടെ ഐഡിയ കൊള്ളാം. എന്തായാലും മാക്സിമം അജുക്കാരെ കൊണ്ട് ചുമപ്പിച്ച് കുറച്ച് അജുക്കാരെക്കാളും വലുതല്ലേ. എങ്ങനെയുണ്ടായിരുന്നു എന്റെ ഗിഫ്റ്റ്? ഇഷ്ടായോ? അടിപൊളി, ഒട്ടും പ്രതീക്ഷിച്ചില്ല. നമ്മളപ്പോ ഇവിടെ നിന്നാണ് ബസ് കയറി ബാംഗ്ലൂർക്ക് വിടാൻ പോണത്. 8 മണിക്കായിരുന്നു ബസ്. ഞങ്ങൾ 7:45 പെട്ടെന്ന് തന്നെ ഫുഡ് കഴിച്ചിട്ട് നമ്മുടെ ബസ് വന്നു. ഇതന്നെയല്ലേ പിന്നെ ഈ 1S ബസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഭയങ്കര പ്രീമിയം സെറ്റപ്പ് ആയിരുന്നു. നല്ല കംഫർട്ടബിൾ ആയിരുന്നു. ഇങ്ങനത്തെ വാട്ടർ ബോട്ടിലും നമുക്ക് കിട്ടും. അപ്പൊ അതിനകത്ത് സ്നാക്ക് ഇത് പൊട്ടിച്ച് നോക്കിക്കൊണ്ടിരിക്കുവോ. സ്നാക്ക് ഒന്ന് കാണിച്ചേ. ഇതാണ് പീനട്ടിന്റെ പോലത്തെ ഒരു ഐറ്റം. അങ്ങനെ നമ്മൾ കുറച്ച് സെറ്റിലായി ബസ്സിലിരുന്ന്. ആസ് യൂഷ്വൽ ഞാൻ സൈഡ് സീറ്റ് പിടിച്ചു. ആകെ ബുദ്ധിമുട്ടി ലൈറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് കടക്കാൻ ഈ ലൈറ്റ് ഓഫ് ചെയ്യുന്ന എന്റെ ബ്രദർ പറഞ്ഞത്. അവൻ എപ്പോഴും ബാംഗ്ലൂരിനകത്ത് പോകണം. അപ്പൊ നമ്മള് ഇനി അങ്ങോട്ടേക്ക് പോകുമ്പോ നല്ല കാഴ്ചകൾ ഉണ്ടെങ്കിൽ കാണിക്കാം. ചെറിയൊരു തലവേദനയൊക്കെ എടുക്കുന്നുണ്ട്. കിടക്കുമ്പോൾ മാറുമായിരിക്കും. അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഗ്ലാസ്സിലെ മഞ്ഞൊക്കെ മാറ്റിയിട്ട് പുറത്തേക്കുള്ള വ്യൂ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നല്ല ഭംഗിയായിരുന്നു. ഈ സ്ലീപ്പറിലെ ടോപ്പ് ബുക്ക് ചെയ്യുമ്പോഴുള്ള ബെനഫിറ്റ് അതാണ്. ആൻഡ് ഐ തിങ്ക് ബാംഗ്ലൂരിലെ ഏറ്റവും ട്രാഫിക് കുറവുള്ള ഒരു സമയം ഈ ഏർലി മോർണിംഗാണ്. ബാക്കി കഴിഞ്ഞ് ഭയങ്കര ട്രാഫിക്കാണ്. നമുക്ക് 1 മണിക്കൂർ മുന്നേ 2 മണിക്കൂർ മുന്നേ ഇറങ്ങണം ഒരു സ്ഥലത്ത് എത്തണമെങ്കിൽ. ആൻഡ് ഇപ്പോൾ ബാംഗ്ലൂരിലെ ബെസ്റ്റ് ക്ലൈമറ്റാണ്. ഭയങ്കര തണുപ്പാണ് ഗുയ്സ്. ഞാക്കി പറഞ്ഞത് ഗുഡ് മോർണിംഗ് ബംഗളൂരു. നമ്മൾ വന്ന് ബസ് ഇറങ്ങുമ്പോഴേ കുറേ ഓട്ടോ ചേട്ടന്മാർ വന്ന് നമ്മുടെ അടുത്ത് വരും. അപ്പം നമ്മൾ അവരുടെ അടുത്ത് കുടുങ്ങല്. എന്നിട്ട് നമ്മൾ ഊബർ ബുക്ക് ചെയ്യണം. അപ്പം അതിനേക്കാളും കുറഞ്ഞ റേറ്റിൽ നമുക്ക് കിട്ടും. ഇവർ കത്തി റേറ്റിലാണ് ഇവർ പറയുന്നതൊക്കെ. ബൈ. ആൻഡ് നമ്മൾ സ്റ്റേ ചെയ്തത് ഇന്ദിരാനഗറിലുള്ള ലസ്ദാന ഹോട്ടലിലാണ്. വൺ ഓഫ് ദി ബെസ്റ്റ് ബിസിനസ് ക്ലാസ് ഹോട്ടൽ ഇൻ ടൗൺ എന്ന് തന്നെ പറയാം. സൂപ്പറായിരുന്നു അവരുടെ സർവീസും എല്ലാം തന്നെ. ആൻഡ് റൂമൊക്കെ തന്നെ എല്ലാം സ്പേഷ്യസ് ആയിരുന്നു. നല്ല വ്യൂ ഉള്ളതായിരുന്നു. പിന്നെ ഇന്ദിരാനഗറിൽ നമ്മൾ റൂം എടുത്തുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലായിടത്തോട്ടും ഈസിലി ആക്സസിബിളും എല്ലായിടത്തും ഊബറും കിട്ടും. നമ്മൾ ബാംഗ്ലൂരിലെ സ്റ്റേസ് കുറേ തപ്പി. ബാംഗ്ലൂരിൽ ബാക്കിയുള്ളിടത്തെ പോലത്തെ അത്രയും വലിയ സ്റ്റേസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ കുറേ തപ്പി കഴിഞ്ഞിട്ട് എനിക്ക് ലസ്ദാന ഹോട്ടൽ കിട്ടിയത്. ഇൻസ്റ്റഗ്രാമിൽ ഒരു റീലിൽ നമ്മൾ ചോദിച്ചു ജസ്റ്റ് ഫ്രഷ് ആവാൻ മാത്രം ഒരു റൂം തരാമെന്ന് ചോദിച്ചപ്പോൾ അവർ അടിപൊളി റൂം തന്നെ തന്നു. അപ്പോൾ നമ്മൾ ഇവിടെ നേരെ ബെന്നാർഘട്ട പോവാണ്. അപ്പോൾ അവിടെ വെച്ച് കാണാം. ഓക്കെ, ഇവിടെ നല്ല നിങ്ങൾക്ക് ഇവിടെ പൂൾ വ്യൂ ഒക്കെയാണ്. നമുക്ക് പൂള് അവിടെ നിന്നാൽ ബാംഗ്ലൂർ സിറ്റി മൊത്തം കാണാം. ലസ്ദാന റിസോർട്ട്സ്. ഇത് നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊരു മലയാളി ബ്ലോഗറിനെ കണ്ടിട്ട് ബുക്ക് ചെയ്തതാണ്. അങ്ങനെ നമ്മൾ ഫ്രഷൊക്കെ ആയി നമ്മൾ ബാംഗ്ലൂരിലെ ഫസ്റ്റ് ഡേ തുടങ്ങാൻ പോവാണ് ഗോയ്സ്.